അതിവേഗം മൂല്യനിർണ്ണയവും പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച QR അധിഷ്ഠിത സംവിധാനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ആദ്യഘട്ടം 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ ഫലപ്രഖ്യാപനമാണ് നടത്തിയത്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ തിയറി പരീക്ഷകൾ മെയ് 14-നും പ്രാക്ടിക്കൽ പരീക്ഷകൾ മെയ് 16-നുമാണ് അവസാനിച്ചത്. 1.5 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് നടന്നത്. 9 മേഖലാ ക്യാമ്പുകളിലായി മെയ് 22-നാണ് മൂല്യനിർണ്ണയം പൂർത്തിയായത്. ഇതിൻ്റെ ഫലപ്രഖ്യാപനമാണ് വെള്ളിയാഴ്ച യൂണിവേഴ്സിറ്റി നടത്തിയത്. ഗ്രേഡോ മാർക്കോ എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നേരെ നമ്മളൊരു ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി. അതിലൂടെ നമുക്ക് റിസൾട്ട് ഔട്ടാക്കാൻ പറ്റും. നമുക്ക് ഇതേ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കുറച്ച് നാളിന് മുന്നേ നമ്മുടെ റീവാലുവേഷൻ, എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന പലപ്പോഴും താമസിക്കുന്ന ഒരു കാര്യമായിരുന്നു റീവാലുവേഷൻ എന്നുള്ളത്. അതിപ്പോൾ കുട്ടിക്ക് നേരെ പേപ്പർ വരെ കാണാൻ പറ്റും. നമ്മൾ സ്കാൻ ചെയ്ത് ഈ സിസ്റ്റത്തിലോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് ഈ പേപ്പർ നേരിട്ട് കാണാൻ പറ്റും. അതിനുശേഷം റീവാലുവേഷൻ വേണമെന്ന് ചിന്തിച്ചിട്ട് മതി റീവാലുവേഷൻ. ഇതെല്ലാം ഓൺലൈനിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഓരോ വിദ്യാർത്ഥിക്കും പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിനൊപ്പം ഓരോ വിഷയത്തിലും വ്യക്തിഗത തലത്തിലും സ്ഥാപന തലത്തിലും സർവകലാശാല തലത്തിലുമുള്ള മികവുകളെ തരംതിരിച്ച് അടയാളപ്പെടുത്തുന്ന സ്കോർ ഷീറ്റാണ് ലഭിക്കുക. ഈ രീതിയിൽ സംസ്ഥാനത്ത് ആദ്യമായി ഫലപ്രഖ്യാപനം നടത്തുന്നതും MGയാണ്. സർവകലാശാലയുടെ എല്ലാ പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം പൂർണ്ണമായും പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ അതിവേഗത്തിൽ ഫലപ്രഖ്യാപനം സാധ്യമാകും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.